മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, പപ്പ എനിക്ക് ഓഫീസിലെ ഫയലുകളെല്ലാം നോക്കണം. ആ സമയത്ത് സ്റ്റാൻലി അലീനയോട് ചോദിക്കും, എന്തിനാ നീ അതൊക്കെ നോക്കുന്നത്? അതെല്ലാം നോക്കാം അവിടെ സ്റ്റാഫിനെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അലീന പറയും, വേണ്ട പപ്പ, ഞാനും ഒന്ന് നോക്കട്ടെ, എനിക്കും അറിയണമല്ലോ നമ്മളുടെ ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട് എന്ന്. ആ സമയത്ത് സ്റ്റാൻലി പറയും, നിനക്ക് വല്ല കാശിനും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ തരും, അതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കേണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, അതിൽ വല്ല തട്ടിപ്പ് ഉണ്ടോ എന്ന് നോക്കാലോ. ആ സമയത്ത് സ്റ്റാൻലി പറയും, അവർ വർഷങ്ങളായി എൻ്റെ കൂടെ ജോലി ചെയ്ത് എൻ്റെ ബിസിനസ്സിലെല്ലാം മെച്ചപ്പെടാൻ അവർ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്, അവരങ്ങനെയൊന്നും ചെയ്യില്ല. ആ സമയത്ത് അലീന പറയും, ഇവിടെ അടുക്കളയിലും അത് തന്നെയായിരുന്നല്ലോ നടന്നത്, അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും ഓഫീസിലും ഉണ്ടാവുക എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട, അതെല്ലാം നോക്കാൻ ഞാൻ അവിടെ സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. ആ സമയത്ത് അലീന പറയും, പപ്പയ്ക്ക് അത് തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ പോയിക്കോളാം എന്ന് പറയുകയാണ്. പിന്നെയും സ്റ്റാൻലി പറയും, അതൊന്നും നീ ചെയ്യേണ്ടെന്ന് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്. ആ സമയത്ത് അലീന ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകും. അങ്ങനെ പിറ്റേ ദിവസം അലീന സ്റ്റാൻലിയോട് പറയാതെ നേരെ ഓഫീസിലോട്ട് പോവുകയാണ്. അങ്ങനെ ഓഫീസിൽ ചെന്ന് അലീനയെ കാണുമ്പോൾ സ്റ്റാഫ് എല്ലാവരും എണീറ്റ് നിന്ന് ബഹുമാനിക്കുകയും അവരെല്ലാവരും ചോദിക്കും, മേഡത്തിന് വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയും, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇവിടുത്തെ ഫയലുകളും കമ്പ്യൂട്ടറുകളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാഫൊക്കെ ഒന്ന് പതറുകയാണ്, എന്തിനാ മേഡം അതെല്ലാം നോക്കുന്നത്? ആ സമയത്ത് അലീന പറയും, അല്ല, വെറുതെ ഒന്ന് നോക്കാൻ, കണക്കുകളെല്ലാം ശരിയാണോ എന്ന് നോക്കണമല്ലോ, പപ്പയ്ക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ, പക്ഷേ പപ്പയ്ക്ക് എപ്പോഴും അതൊന്നും ചെക്ക് ചെയ്യാൻ സമയം കിട്ടില്ലല്ലോ, ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാഫ് പറയും, അതെല്ലാം ശരിയാണ് മേഡം, എല്ലാ മാസവും കറക്റ്റിന് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് എല്ലാം ബോധിപ്പിക്കാറുണ്ട്. ആ സമയത്ത് അലീന പറയും, ഇനി അങ്ങനെ വേണ്ട, ഡെയിലി എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ അത് പപ്പയെയും എന്നെയും അറിയിക്കണം എന്ന് പറയും. ആ സമയത്ത് സ്റ്റാഫ് ചോദിക്കും, എന്തിനാ മേഡം അതൊക്കെ? ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യാറുള്ളത്, മാസത്തിലാണ് എല്ലാ കണക്കുകളും സാറിനെ ബോധിപ്പിക്കാറുള്ളത്. ആ സമയത്ത് അലീന പറയും, അത് ഇതുവരെയുള്ള കാര്യമല്ലേ, ഇനി അങ്ങോട്ട് എല്ലാ ദിവസത്തെയും കണക്കുകളെല്ലാം എന്നെയും പപ്പയെയും കാണിക്കണം, ഇന്നത്തെ കണക്കൊന്ന് നോക്കട്ടെ, അതുപോലെ ഇതുവരെയുള്ള കണക്കുകളെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫയലുകളെല്ലാം അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് ക്യാഷിൻ്റെ കുറവുണ്ടാകും. ആ സമയത്ത് അലീന അവരോട് ചോദിക്കും, ഇതിൽ 10 ലക്ഷം രൂപ കാണിക്കുന്നുണ്ടല്ലോ, പക്ഷേ വെറും 7 ലക്ഷം രൂപയാണല്ലോ പപ്പയ്ക്ക് ഈ മാസം നിങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അതിലുള്ള ഒരു സ്റ്റാഫ് പറയും, അത് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് എടുത്തതാണെന്ന്. അപ്പോൾ അലീന ചോദിക്കും, എന്ത് ആവശ്യത്തിനാണ് എടുത്തത്? ആവശ്യങ്ങളെല്ലാം എഴുതി വെക്കാൻ നിങ്ങൾക്കറിയില്ലേ? ആ സമയത്ത് സ്റ്റാഫ് പറയും, അങ്ങനെയൊന്നും എഴുതി വെക്കാറില്ല സാറിന്, ഞങ്ങൾ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കൊടുക്കാറ്. ആ സമയത്ത് അലീന ചോദിക്കും, അങ്ങനെയാണോ നിങ്ങൾ കൊടുക്കേണ്ടത്? എന്ത് ഓഫീസിൽ നടന്നാലും അതിനെക്കുറിച്ച് എഴുതി വെക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത്രയും വലിയ വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങളാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ പപ്പയെ പറ്റിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാഫുകൾ പറയും, ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ഇത്രയും വർഷങ്ങളായി ചെയ്തു വരുന്നത്, അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു. ഞാൻ ഇന്നത്തെ കണക്ക് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകും. ആ സമയത്ത് സ്റ്റാഫുകളെല്ലാവരും പറയും, ആ, അവൾ ഭയങ്കരി തന്നെ, അവൾ ഇത്രയും കാലം നമ്മൾ സാറിനെ പറ്റിച്ചതെല്ലാം അവൾ കണ്ടുപിടിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുകയാണ്. ആ സമയത്ത് അങ്ങനെയൊന്നും പിടികൊടുക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മാത്രം പോരല്ലോ നമുക്കും വേണ്ട എന്തെങ്കിലും വേറെ ഇതിൽ നിന്ന് വരുമാനം, അതുകൊണ്ടല്ലേ നമ്മൾ ഇതിൽ നിന്ന് കാശ് എടുക്കുന്നത് എന്ന് പറയുകയാണ്. ഇതിലൊരു സ്റ്റാഫ് പറയും, ഇനി എന്തായാലും ഇന്ന് അതിൽ നിന്നും 1 രൂപ പോലും എടുക്കണ്ട, ആ പെൺകുട്ടി അതെല്ലാം ഇനി സാറിനോട് പറഞ്ഞാൽ നമ്മളുടെ ജോലി പോകും, ഇത്രയും ശമ്പളത്തിൽ വേറെ എവിടെ നിന്നും ജോലി കിട്ടില്ല, അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ജോലി എടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുകയാണ്. ഇങ്ങനെ അലീന വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കും അലീനയോട്, നീ എവിടെ പോയതായിരുന്നു? ആ സമയത്ത് അലീന പറയും, ഞാൻ ഓഫീസിൽ പോയതായിരുന്നു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, നീ എന്തിനാ ഓഫീസിൽ പോയത്? ആ സമയത്ത് അലീന പറയും, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കണക്കുകളെല്ലാം അറിയണമെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, കണക്കുകളെല്ലാം നോക്കാൻ ആളുകളുണ്ട്, അതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കേണ്ട, നിനക്ക് പണം വേണമെങ്കിൽ ഞാൻ തരാമെന്ന് നിന്നോടല്ലേ പറഞ്ഞത്. ആ സമയത്ത് അലീന പറയും, അതുകൊണ്ടായിരിക്കും ഈ മാസം 10 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ടും പപ്പയ്ക്ക് 7 ലക്ഷം രൂപ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്.
ആ സമയത്ത് അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. ആ സമയത്ത് എൻ്റെ പപ്പയ്ക്കൊന്നും പറയാനില്ലേ? ആ സമയത്ത് സ്റ്റാൻലി പറയും, അതിൽ വല്ല 3 ലക്ഷം രൂപയുടെ കുറവല്ലേ ഉള്ളൂ. പപ്പയ്ക്ക് എന്താ ആ 3 ലക്ഷം രൂപ ഇത്രയും വലിയ കാര്യമൊന്നല്ലേ? 1 രൂപ പോലും വലിയ വിലയുണ്ട്. ഇത് പപ്പയുടെ ബിസിനസ്സല്ലേ? പപ്പയുടെ ബിസിനസ്സിൽ പപ്പയെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ അങ്ങനെ കണ്ടു നിൽക്കുന്നില്ല. അവർക്ക് മാസത്തിൽ നമ്മൾ വരുമാനം കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ കൂടുതൽ എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ കൊടുക്കും. പക്ഷേ ഒരാളെ പറ്റിച്ചുകൊണ്ടല്ലല്ലോ പണം ഉണ്ടാക്കേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അവർ എത്ര രൂപയായിരിക്കും പപ്പയെ പറ്റിച്ചിട്ടുണ്ടാവുക, അത് പപ്പ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഇവിടെ അടുക്കളയിൽ പപ്പയെ ഇത്രമാത്രം പറ്റിക്കുന്നുണ്ട് എങ്കിൽ ഓഫീസിലും മറ്റ് ബിസിനസ് കാര്യങ്ങളിലും ഇവരെ എത്രമാത്രം പറ്റിക്കുന്നുണ്ട് എനിക്ക് നോക്കാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പപ്പയുടെ മകളാണ് എങ്കിൽ എനിക്ക് പപ്പയെ ആരെയും മുന്നിൽ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അലീന. ആ സമയത്ത് സ്റ്റാൻലി പറയും, അവരങ്ങനെയൊന്നും ചെയ്യില്ല. ആ സമയത്ത് അലീന ഫയലുകളെല്ലാം എടുത്ത് സ്റ്റാൻലിക്ക് കാണിച്ചു കൊടുത്ത് പറയും, ഇതാ ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ചെല്ലാം എനിക്ക് നന്നായിട്ട് വിവരമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി ആ പേപ്പറുകളെല്ലാം നോക്കുന്ന സമയത്ത് സ്റ്റാൻലിക്ക് മനസ്സിലാകും ഇതിലെല്ലാത്തിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ സ്റ്റാൻലി പറയും, എങ്കിൽ അവരോട് ഇത് ചോദിക്കണമല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, അവരൊക്കെ ആ പപ്പയുടെ ശമ്പളം കിട്ടിയിട്ട് ജീവിക്കുന്നവരാണ്. അവരെ അങ്ങനെ പറഞ്ഞ് ജോലിയിൽ നിന്നും പറഞ്ഞേക്കണമെന്ന് ഞാൻ പറയുന്നില്ല പപ്പയോട്. പക്ഷേ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇത്രയും തോനെ തട്ടിപ്പുകൾ നടത്തരുതെന്ന്. അവർ പപ്പ ഉണ്ടാക്കിയതിലേറെ ഉണ്ടാക്കാൻ പഠിച്ചവരാണ്. അവർ ഉണ്ടാക്കിയിട്ടുമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇത് പപ്പയെ ബോധിപ്പിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ എല്ലാവരെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവരൊന്നും അതുപോലെ ചെയ്യില്ല. ഇനി പപ്പ അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മാത്രമായി മതി എന്നൊക്കെ അലീന സ്റ്റാലിയോട് പറയുകയാണ്. അങ്ങനെ സ്റ്റാലി ഓഫീസിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരോടും, എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? എന്താണ് ബിസിനസ്സിൽ ഇത്രമാത്രം പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്? വർഷങ്ങൾ ഞാൻ എല്ലാ ഫയലുകളും ചെക്ക് ചെയ്തു. എല്ലാ മാസത്തിലും എനിക്ക് 3 ലക്ഷം രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. ഇതെല്ലാം എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാഫുകൾ ആരും ഒന്നും മിണ്ടുന്നില്ല. എന്ത് നിങ്ങൾക്കൊന്നും മിണ്ടാട്ടില്ലേ? നിങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ഇരട്ടി ക്യാഷാണ് ഞാൻ നിങ്ങൾക്ക് മാസത്തിൽ ശമ്പളം തരുന്നത്. എന്നിട്ടും നിങ്ങളൊക്കെ എന്നെ പറ്റിച്ചു. എൻ്റെ മകൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. ഇനി ആരും ഇതുപോലെ ചെയ്യരുത്. ഇനി അങ്ങാനും ഇതുപോലെ ചെയ്താൽ നിങ്ങളെല്ലാവരും ഇവിടെ ജോലി ചെയ്യണോ വേണ്ടയോ ഈ സ്റ്റാൻലി തീരുമാനിക്കും എന്ന് പറഞ്ഞ് ഇവരോടെല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്. പിന്നീട് സ്റ്റാൻലി പറയും, എനിക്ക് എല്ലാ മാസത്തെയും കണക്കുകളും വേണം. അതുപോലെ എനിക്ക് എല്ലാ ദിവസത്തെയും കണക്കുകളും ഇനി കൃത്യമായിട്ട് അറിയണം എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.